എൻ്റെ മാതാവേ, എൻ്റെ അച്ചായി എന്നും കള്ളു കുടിച്ചിട്ടായിരുന്നു. അനിമോൾക്കാണെങ്കിൽ അമ്മയും ഇല്ല. അച്ചായുടെ കള്ളുകൂടി ഒന്ന് മാറ്റിത്തരണേ. ഇതാ എൻ്റെ വീട്. അല്ല, നമ്മുടെ വീട്. മോളെ, ആനിമോളെ. അച്ചായി, അച്ചായി, ഇതാരാ അച്ചായി? മോളുടെ സങ്കടത്തിന് ഒരു പരിഹാരമായിട്ട് അച്ഛൻ വന്നേക്കുന്നേ. ഇതാ മോളുടെ പുതിയ അമ്മ. മോക്കിഷ്ടായോ? ആനിമോൾക്ക് അമ്മയെ ഇഷ്ടമായോ? മോൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട, മോളിഞ്ഞി ഒറ്റയ്ക്കല്ല. മോളിങ് വന്നേ. മോളിന് വിഷമിക്കണ്ട കേട്ടോ. മോളുടെ കാര്യങ്ങളെല്ലാം ഇനി കുഞ്ഞമ്മ നോക്കിക്കോളാം. പുതിയ ദാമ്പത്യ ജീവിതത്തിലേക്ക് കിടക്കുന്ന ചാക്കോച്ചിക്ക് ആശംസകൾ. എന്നാ പിന്നെ നമുക്കൊന്ന് അടിച്ചു പൊളിച്ചാലോ? അടിച്ചു പൊളിച്ചേക്കാം. ഓക്കേ. വെള്ളം ക്ലാസ് കൊടുത്തോണ്ട് വാ. Wish you all the best. ഇതെന്തൊരു കൊടിയാണ്, ഇന്നെങ്കിലും നിർത്തിക്കൂടെ? എടി, ഒരു ഭാര്യയുടെ അധികാര അവകാശം വെച്ച് നീ എന്നെ ഭരിക്കാൻ വന്നേക്കല്ലേ? എൻ്റെ കൊച്ചിനൊരു അമ്മ വേണം, അതിനാ നിന്നെ കെട്ടിക്കൊണ്ട് വന്നേ. അച്ചായി എന്നും ഇങ്ങനെ അന്വേഷിച്ചത്. നമ്മുടെ ചാക്കോച്ച് പിന്നെ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഊഹു, ആ പിന്നെയും ജയിക്കണല്ലേ. എൻ്റെ ആദ്യത്തെ ഭാര്യ അറിയാമല്ലേ, മേരി. ഇപ്പകാലത്ത് ഞാൻ അവളെ ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ്. കല്യാണം കഴിക്കാൻ ഞാൻ മോഹിച്ചാണ്. പക്ഷെ അവൾക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു, ഈ കള്ളുകൂടിനായിരുന്നു. ഞാൻ എവിടെയെല്ലാം ചെല്ലുന്നു അവനെ അവിടെ ഒന്നാമൻ. എനിക്ക് ജയിക്കണം. യഥാർത്ഥ ജീവിതം എന്താണ് അവനെ കാണിക്കണം. കള്ളുകൂടിയാണ് അവനെ സൂക്ഷിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതിനെന്താ മാർഗം? അതൊരു മോശം മാർഗമല്ല. മാർഗം ഈ പ്രശ്നങ്ങളാണ്.
ലക്ഷ്യമുണ്ട്. എനിക്ക് ജയിക്കണം, ഒരു തവണയെങ്കിലും എനിക്ക് ജയിക്കണം. അവൻ്റെ മുമ്പിൽ ആയിക്കോട്ടെ. വാ. മോളെ മോളിങ്ങ വന്നേ. മോളെ ഈ തുണി സോപ്പ് പൊടി വെള്ളത്തിലിട്ട് വെക്കാമോ? കുഞ്ഞമ്മയ്ക്ക് അടുക്കളയിൽ ഇച്ചിരി ജോലിയുണ്ട്. തുണി മോള് കഴുകണ്ട, കുഞ്ഞമ്മ കഴുകിക്കോളാം. മോളെ, നീയാണ് ഇവിടുത്തെ തുണിയൊക്കെ അലക്കുന്നത്? നിന്റെ രണ്ടാനമ്മ പോര് തുടങ്ങിയോ? നിന്റെ കുഞ്ഞമ്മ എവിടെ? അവള് ആള് കൊള്ളാലോ, ഇന്നലെ വന്നല്ലേ ഉള്ളൂ. പാവം കൊച്ച്, പെറ്റതള്ളയില്ലാത്തതിന്റെ ഒരു വിഷമം. ആഹാ, കൊള്ളാലോ. വഴിയെ പോകുന്നവരെ വഴിയെ പോയാ മതി. ഇവിടുത്തെ കാര്യങ്ങളെ ഞാൻ നോക്കിക്കോളാം. ഒരു അഹങ്കാരം. നീ ഇങ്ങ് വാ. എടാ, എനിക്കങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ല. കണ്ണടയ്ക്കുമ്പോൾ ഇങ്ങനെ അവൻ്റെ ആദ്യത്തെ കെട്ടിയുടെ രൂപം ഇങ്ങനെ മനസ്സോട്ട് നിറഞ്ഞു വരും. മനസ്സിലായോ? മറക്കത്തില്ലടാ, ഞാൻ മറക്കാൻ പറ്റത്തില്ലടാ. തലയ്ക്ക് മെഴുകുതിരിയും വെച്ച് കുരിശും വെച്ച് കിടന്നുറക്കുന്ന അവളെ വിളിക്കുന്നീ അവനെ. ഇതാരാടാ പീറ്ററോ? നീ അത്തില്ലേ? ഞാൻ ചത്താലേ ആ പള്ളി മണി അടിക്കും. മനസ്സിലായോ? നീയൊക്കെ നിർത്തിയെന്ന് പറഞ്ഞിട്ട്. ആര്, ഞാനോ? ഞാൻ അടി നിർത്താനോ? എന്റെ പേര് മാറ്റേണ്ടി വരും. എന്നെ സാധനമുണ്ട്, നീ പോയി 2 ഗ്ലാസും കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. ഈശ കണ്ടോ? അതിനല്ലേ ഇട നിന്ന് അടി മത്സരമാ ഞാൻ നീയും തമ്മിൽ. പോയിട്ട് വാ. ഇതെന്തിനാ 3 ഗ്ലാസ്? അവനടിക്കുന്നില്ലേ? അവൻ കഴിക്കുന്നുണ്ട്, നമ്മൾ രണ്ടുപേരെ കഴിക്കുന്നുള്ളു. അവന് ഇറങ്ങാണ്ടൊക്കെ പോകാനുണ്ടെന്ന്. ഇനി നിന്റെ പുതിയ പെണ്ണ് എന്തിയേ? കുപ്പി എടുക്കടാ ആദ്യം. പിന്നെ ഗ്ലാസ് മാത്രം എടുത്തിട്ട് കാര്യമുണ്ടാവും. ഗ്ലാസും വെള്ളവും പോരല്ലോ, അതിനകത്ത് ഒഴിക്കാൻ സാധനം വേണ്ടേ? നീ ഇരിക്കൂടെ? വീടാ. ആ വീട്ടുകാരെ, വെള്ളം ഒഴിക്കട്ടെടാ. നിന്റെ ഭാര്യ ഒന്ന് വിളിക്കട്ടെ, കാണട്ടെ. അയ്യോ, മതി 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 മതി. വാ, ടച്ചസ് വല്ലതും ഉണ്ടോ ഒന്ന് തൊടാൻ? ഇതൂടെ കൊണ്ട് വീശം. കുറേ നാളായിട്ട് കണ്ടിട്ട്. എനിക്ക് ഇത്ര മതി. ഇതൂടെ കഴിക്കുക. അല്ല, ഞാൻ കഴിച്ചോളാം. നീ വേറെ പണിയുണ്ട്. നീ വിട്ടോ. പോടാ. ഓ, പോന്നൊക്കെ പോ. കുഴപ്പമില്ല, ഞാൻ അടിക്കൂടാ. ഇനി അടിക്കും. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. വീട്ടിലെ ഒന്നുകൂടി ഒഴിയടാ. ഞങ്ങൾ ഒഴിക്കേടാ. ഒന്നോട് കഴിക്കട്ടെ. ചെറുത് നമ്മുടെ സന്തോഷം, നമ്മുടെ ഒരുപാട് കാലത്തെ കടങ്ങളുണ്ടല്ലോ, ബന്ധങ്ങളുണ്ടല്ലോ, സന്തോഷം സ്നേഹം കൊണ്ടല്ലടാ തരുന്നത്.
അതെ വീട്ടുകാരെ ഇനി വന്നേ പൂസായി പോയല്ലോ. ഇവനെന്നും ഇങ്ങനെയാണോ? ഒന്ന് പിടിച്ച് കടത്താമോ? ചാക്കോച്ചി അതൊക്കെ അങ്ങോട്ട് കേറിക്കോ. പിടിച്ചിട്ടുണ്ടെന്നേ. കേറി വാടാ, കേറി വാ. പോടാ പോടാ. ചാക്കോച്ചി ഇതൊരു തുടക്കം മാത്രടാ. മറക്കാൻ പറ്റിയില്ല എനിക്കൊന്നും ഓർത്തു വെച്ചു. എന്തിനാ മോള് കരയുന്നേ? ഞാൻ കടയിൽ സാധനങ്ങൾ മേടിക്കാൻ പോയതാ. കുഞ്ഞമ്മ അന്ന് പൈസ താഴെ വീണുപോയി. കുഞ്ഞമ്മ എന്നെ വഴക്ക് പറയും. എത്ര രൂപയാണ് കളഞ്ഞു പോയത്? 500. മോള് കരയണ്ട കേട്ടോ. പൈസ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിയിട്ട് വായി. ഈശോമിശിഹായ്ക്കും സ്തുതിയായിട്ടിരിക്കട്ടെ അച്ചു. നിന്നെ കാണാൻ വന്നാൽ എന്തിനാ അച്ചു? ഒരു സത്യക്രിസ്ത്യാനിക്ക് ചേരുന്ന പണിയാണോ നീ ചെയ്യണം? അച്ഛ കാര്യം പറയാച്ച. എവിടെയോ കിടന്ന ഒരു പെണ്ണിനെ വിളിച്ച് കുറഞ്ഞ് കൂടെ താമസിപ്പിച്ച് ശരിയാണോ നീ? മാത്രമല്ല നീയും കൂട്ടുകാരും എന്നും കള്ളുകൂടിയാണെന്നാണല്ലോ കേൾക്കുന്നത്. നീ പള്ളിയിലേക്ക് ഇറങ്ങി, അവിടെ കുറച്ച് പണിയുണ്ട്. ഓ അച്ചു. ഇതെന്നാടാ ചാക്കോച്ചി? ഇതൊന്നും അത്ര നല്ലതല്ല കേട്ടോ. ഇതിലും നല്ല സാധനം മേടിക്കാൻ കാശില്ല മെമ്പറേ. നിന്റെ ഈ കൂട്ടുകാരാണ് നിന്നെ നശിപ്പിക്കുന്നത്. നിന്റെ ഈ നശിച്ച കുടി കാരണമല്ലേ നിന്റെ ആദ്യ പേര് ചത്തുപോയത്. മെമ്പർ ഒരുമാതിരി ചെറ്റത്തരം പറയല്ലോ കേട്ടോ. അവളുണ്ടല്ലോ, അവളൊരു മനോരോഗിയായിരുന്നു മെമ്പറെ. അവരുടെ വീട്ടുകാരന്റെ തല കെട്ടിവെച്ചതാ. ഇനിയേലും ഒന്നും നന്നായടാ. ആ മെമ്പർ നാട് നന്നാക്ക, എന്നെ നന്നാക്കാൻ പോരണ്ട. മെമ്പർ അതും പോയോ? എന്നാ മോളെ? എന്തു പറ്റി മോളെ? എന്നാ പറ്റി? ആരാ മോളെ?
മോൾ എന്തിനാ പേടിക്കുന്ന? ആരാ? എൻ്റെ മോൾ പേടിക്കണ്ട കേട്ടോ. എൻ്റെ മോക്ക് ഞാനുണ്ട്. അച്ഛാ ഇനി ഒരിക്കലും കള്ളു കുടിക്കത്തില്ല കേട്ടോ. സത്യം, മാതാവാണ് സത്യം. അച്ഛാ ഒരിക്കലും കള്ളു കുടിക്കത്തില്ല കേട്ടോ. മോക്ക് ഞാനുണ്ട്. ഞാൻ പോവാണ്. ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നില്ല. ഞാൻ തെറ്റുകാരിയാ. ഇനിയെങ്കിലും ഈ കുഞ്ഞിനെ ഓർത്തിട്ട് നിങ്ങളിനി മദ്യപാനം നിർത്തണം. മദ്യപാനം കൊണ്ട് ആരും രക്ഷപ്പെട്ടിട്ടില്ല, നശിച്ചിട്ടേ ഉള്ളൂ. ഞാൻ പോകുന്നു. കുഞ്ഞമ്മ പോട്ടെ മോളെ. എനിക്ക് എൻ്റെ മോള് മതി. മോക്ക് ഞാനുണ്ട്. അതുപോലെ Thank you.